തിരുവനന്തപുരം കഴക്കൂട്ടം കിൻഫ്ര പാർക്കിന് തൊട്ടടുത്ത് എന്ന് പറഞ്ഞാൽ ദേ കാണുന്ന ആ ഒരു കോമ്പൗണ്ടിൻ്റെ അപ്പുറം വന്നിട്ട് കിൻഫ്ര പാർക്കാണ് കേട്ടോ. ആ രീതിയിലാണ് നമ്മുടെ പ്രോപ്പർട്ടി. ടോട്ടലായിട്ട് 4.5 സെൻറ്റിൽ 1850 സ്ക്വയർ ഫീറ്റ് വരുന്ന 4 ബെഡ്റൂം വീടാണ് ഇന്ന് വിൽപ്പനയ്ക്കുള്ളത്. നമ്മുടെ പ്രോപ്പർട്ടിയിലേക്കുള്ള ആക്സസ് വരുമ്പോൾ കിൻഫ്രയ്ക്ക് തൊട്ട് പിൻവശത്താണെന്നുണ്ടെങ്കിലും ഇതിലേക്കുള്ള ആക്സസ് വരുന്നത് ചന്തവിള മാവുമ്പൂട് ജംഗ്ഷനിൽ നിന്ന് വലത്തോട്ട് കാണുന്ന വഴിയെ വന്നു കഴിഞ്ഞാൽ പുന്നാട്ട് ക്ഷേത്രമൊക്കെ എത്തുന്നതിന് മുന്നേ തന്നെ നമുക്ക് ഇടത്തോട്ട് ഇങ്ങോട്ട് തിരിഞ്ഞ് കയറി വലത്തോട്ട് തിരിഞ്ഞ് കയറി കഴിഞ്ഞാൽ നമ്മുടെ പ്രോപ്പർട്ടിയായി. ഇവിടെ നമുക്കിതായി ഈ വീട് വേണമെങ്കിൽ അങ്ങനെ വാങ്ങാം. ഇനി ഇഫ് ഇൻ കേസ് നിങ്ങൾക്ക് ഈ വീട് മിസ്സാവുകയാണെന്നുണ്ടെങ്കിൽ തൊട്ട് താഴെ കാണുന്ന പ്ലോട്ടും വിൽപ്പനയ്ക്കുള്ളതാണ് കേട്ടോ. സെയിം ഓണറുടെ തന്നെയാണ്. ആ രീതിയിൽ നിങ്ങൾക്ക് വാങ്ങാൻ സാധിക്കും. അപ്പം പ്രോപ്പർട്ടി ഈസിലി ഐഡൻറ്റിഫൈ ചെയ്യാം. പുന്നാട്ട് ക്ഷേത്രത്തിന് തൊട്ട് മുന്നേ ആയിട്ട് വരുന്ന പ്രോപ്പർട്ടി. അതുപോലെ തന്നെ ടാറ്റ LC എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ പുതിയൊരു കെട്ടിടമൊക്കെ വന്നിട്ടുണ്ട് നമ്മുടെ കിൻഫ്രയിൽ. അപ്പോൾ അതിനോടൊക്കെ വളരെയേറെ ചേർന്ന് കിടക്കുന്ന ഒരു ലൊക്കേഷൻ. എന്തായാലും വീഡിയോ പൂർണ്ണമായിട്ടും കണ്ട് നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിച്ച് ബാക്കി കാര്യങ്ങൾ സംസാരിച്ച് ഡീലാക്കാവുന്നതാണ്. നമുക്കിനി അതുപോലെ കാര്യവട്ടം സൈഡിൽ നിന്ന് വരുവാണെന്നുണ്ടെങ്കിൽ ഈസിലി വന്നെത്താൻ സാധിക്കും. ഇപ്പോൾ കാര്യവട്ടത്ത് നിന്ന് വരുവാണെന്നുണ്ടെങ്കിൽ കുരിശടി ജംഗ്ഷനിൽ നിന്ന് നേരെ LNCPയുടെ പിറകിലൂടെ വന്നിട്ട് നമുക്ക് വലത്തോട്ട് തിരിയാം. അങ്ങനെയാണെങ്കിൽ നാലുമുക്ക് ജംഗ്ഷൻ വരും. നാലുമുക്ക് ജംഗ്ഷനിൽ നിന്ന് ഇടത്തോട്ട് തിരിഞ്ഞ് കുറച്ച് ദൂരം വരുമ്പോഴത്തേക്കും നമുക്ക് അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരാനുള്ള വഴി കാണാൻ സാധിക്കും. അപ്പോൾ ഇതിനകത്ത് എന്തായാലും നമ്മുടെ ഒരു ഗൂഗിൾ മാപ്പ് ലൊക്കേഷൻ ആഡ് ചെയ്തൊക്കെ അപ്പോൾ ഈസിലി ഐഡൻറ്റിഫൈ ചെയ്യാം. ഇതാ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ആ കാണുന്ന പ്രോപ്പർട്ടി നമ്മൾ മുന്നേ ആഡ് ഇട്ടതാണ്. അതായത് ദേ കാണുന്നതെല്ലാം കാര്യവട്ടം സൈഡിലേക്ക് വരുന്ന പ്രോപ്പർട്ടീസാണ്. അതിനോട് ചേർന്ന് കിടക്കുന്ന ലൊക്കേഷൻ. നിങ്ങൾ ടെക്നോ പാർക്കിൽ വർക്ക് ചെയ്യുവാണെങ്കിലും കിൻഫ്രയിലൊക്കെ വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ പ്രോപ്പർട്ടി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആക്സസ് ആണ് കേട്ടോ. ഇതാ ഈ കാണുന്ന പോലെ കവേർഡ് കാർ പാർക്കിംഗ് സ്പേസ് ഉണ്ട്. അതുപോയിട്ട് ഇതാ ഈ ഭാഗത്തായിട്ട് നമുക്കൊരു വണ്ടി കയറ്റി പാർക്ക് ചെയ്യാവുന്ന രീതിയിൽ സ്ഥലം കിട്ടും. വീടിന് ചുറ്റുവട്ടം നോക്കുകയാണെന്നുണ്ടെങ്കിലും ഇതാ ഈ രീതിയിൽ അത്യാവശ്യം സ്പേഷ്യസ് ആണ്. നമുക്കിനി വീടിനകത്തേക്കുള്ള ദൃശ്യങ്ങൾ കാണാം. ഇങ്ങനെ ഒരു വരാന്ത സ്പേസ് വരുന്നുണ്ട്. ഇവിടെ നിന്നാണ് എൻട്രൻസ് വരുന്നത്. മുൻവശത്തുള്ള വാതിൽ കട്ടള എല്ലാം തന്നെ പ്ലാവിൻ്റെ അടിയിലാണ് ചെയ്തിട്ടുള്ളത്. കയറി വരുമ്പോൾ ഈ ഭാഗത്തായിട്ടാണ് നമ്മുടെ ലിവിങ് സ്പേസ് വരുന്നത്. ഇവിടെയായിട്ട് നമുക്ക് TV യൂണിറ്റ് വരും. അത്യാവശ്യം നല്ല രീതിയിലുള്ള സീലിംഗ് വർക്കുകൾ ചെയ്തിരിക്കുന്നതായിട്ട് കാണാം. ഇവിടെ നേരെ പോകുന്നത് നമ്മുടെ ഡൈനിങ്ങിലേക്കാണ്. കിച്ചൺ വരുന്നത് ഈ കാണുന്ന പോലെ ഒരു ഓപ്പൺ കൗണ്ടർ കിച്ചണാണ്. അതുകൊണ്ട് തന്നെ ഡൈനിങ്ങിലേക്ക് ഈസിലി ഫുഡൊക്കെ സെർവ് ചെയ്യാം. നമ്മുടെ വാഷ് ബേസിൻ അവിടെയായിട്ടാണ് പ്ലേസ് ചെയ്തിട്ടുള്ളത്. സ്റ്റെയറിൻ്റെ അടിയിലേക്കുള്ള സ്പേസും അടച്ചിട്ടെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതൊരു സ്റ്റോറേജ് ആയിട്ട് ഉപയോഗപ്പെടുത്താം. ഈ കാണുന്ന പോലെ മോഡുലാർ കിച്ചണിൻ്റെ വർക്ക് ചെയ്തിട്ടുണ്ട്. ചിമ്മിനി എല്ലാം ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആണ്. ഈ ഭാഗത്തായിട്ട് നമുക്കൊരു വർക്ക് ഏരിയ, ഇവിടെ നമുക്ക് ബാക്ക് യാർഡിലേക്ക് ഇറങ്ങാവുന്ന രീതിയിൽ പ്രൊവിഷൻ ചെയ്തിട്ടുണ്ട്. നമ്മുടെ താഴത്തെ നിലയിൽ ഒരു ബെഡ്റൂമാണ് വരുന്നത് കേട്ടോ. അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ്. ബാത്റൂം ഫിറ്റിംഗ്സ് എല്ലാം തന്നെ സെറ പോലുള്ള ഫിറ്റിംഗ്സ് തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് വരുമ്പോൾ ഈ കാണുന്ന പോലെ ഒരു കോമൺ സ്പേസിൽ നിന്ന് 3 ബെഡ്റൂംസിലേക്കാണ് എൻട്രി വരുന്നത് കേട്ടോ. അതല്ലാണ്ട് നമുക്കിതാ ഈ കാണുന്ന പോലെ ഒരു കോമൺ ബാത്റൂമും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. എങ്ങനെയാ വെച്ചാൽ ഈ ഒരു നിലയിൽ 2 ബെഡ്റൂംസ് വന്നിട്ട് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ളതും ഒരു ബെഡ്റൂമിന് ഒരു കോമൺ ബാത്റൂമുമാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഈ കാണുന്ന പോലെ അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള റൂംസ് തന്നെയാണ്. ബാത്റൂമിനകത്തുള്ള ഫിറ്റിംഗ്സ് എല്ലാം സിമിലർ ആണ്. സെറയുടെ ഫിറ്റിംഗ്സ് തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഈ ഭാഗത്തായിട്ടൊരു കോമൺ ബാത്റൂം. ഇത് വന്നിട്ട് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള അടുത്തൊരു റൂമാണ്. ഫിറ്റിംഗ്സ് എല്ലാം സെയിം ആണ് കേട്ടോ. അല്ലാണ്ട് നമുക്കിതാ ഈ ഭാഗത്തായിട്ട് അടുത്തൊരു ബെഡ്റൂമും കൂടെ കാണാം. അങ്ങനെ 3 ബെഡ്റൂംസ് നമുക്ക് മേളത്തെ നിലയിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ശരിക്കും ഈ ലൊക്കേഷനിലൊക്കെ ബെഡ്റൂമൊക്കെ കൂടുതൽ വരുന്നതിനനുസരിച്ചിട്ട് നമുക്കതൊരു എക്സ്ട്രാ ഇൻകം ആണ്. ഇതുപോലൊരു വീടൊക്കെ വാങ്ങിയിട്ട് നമുക്കിവിടെ ഈ ടാറ്റ LCയിലോ അല്ലെങ്കിൽ കിൻഫ്രയിലോ അവർക്ക് വർക്ക് ചെയ്യുന്നവർക്കൊക്കെ നമുക്ക് കുറച്ച് പേർക്ക് PG ആയിട്ടൊക്കെ വാടകയ്ക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ വീടിൻ്റെ EMI പോയിട്ട് നമുക്കൊരു തുക കയ്യിലെടുക്കാൻ കിട്ടും. ആ രീതിയിൽ വേണമെങ്കിൽ റെൻ്റൽ ഇൻകം കിട്ടാൻ സാധ്യതയുള്ള ലൊക്കേഷനാണ്. അപ്പം ഈ കാണുന്ന പോലെ നമ്മുടെ പിൻവശത്തേക്ക് ഒരു ഓപ്പൺ ടെറസ് ഉണ്ട്. ഇവിടെയായിട്ട് നമുക്ക് വാഷിംഗ് മെഷീൻ വെക്കാനുള്ള പ്രൊവിഷൻ ചെയ്തിട്ടുണ്ട്. മുൻവശത്ത് നമുക്ക് നല്ലൊരു ബാൽക്കണി സ്പേസും വരുന്നുണ്ട്. അപ്പോൾ ഈ പ്രോപ്പർട്ടിക്ക് താല്പര്യമുള്ളവർക്ക് നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിച്ച് ഡീലാക്കാം. നമുക്ക് ഈ വീടിന് ഉദ്ദേശിക്കുന്ന വില 85 ലക്ഷം രൂപയാണ്. ഇനി അതല്ല, നിങ്ങൾക്ക് തൊട്ട് താഴെയുള്ള പ്ലോട്ടായിട്ട് വാങ്ങണമെന്നുണ്ടെങ്കിൽ അതും വാങ്ങിയെടുക്കാവുന്നതാണ്. അതിനുദ്ദേശിക്കുന്ന വില പെർസെൻറ്റ് വന്നിട്ട് 8.5 ലക്ഷം രൂപയാണ്. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന വിലയിൽ നെഗോസിയേഷൻ സാധ്യതയുണ്ട്. ആ കാര്യങ്ങൾ നേരിട്ട് ഉടമയായിട്ട് തന്നെ സംസാരിച്ച് ഡീലാക്കാവുന്നതാണ്.